dears, welcome back to Fashion Week Designs. Cotton മെറ്റീരിയലിന്റെ റീസ്റ്റോക്ഡ് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആണ്. നമ്മൾ യൂഷ്വലി എപ്പോഴും തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ഇങ്ങനത്തെ ഒരു ഐറ്റം ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. ഹെവി കോട്ടൺ ഹെക്കോബയാണ് സിംഗിൾ കളറിൽ വന്നേക്കുന്ന പോലത്തെ. അതുപോലെ തന്നെ ഒരുപാട് കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് ഫസ്റ്റ് വൺ. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇതിൽ. ഇതിൻ്റെ ഡിസൈൻ കോട്ടൺ ഹെക്കോബയുടെ ഡിസൈൻ ഇതുപോലെയാണ്. എംബ്രോയിഡറിയും കട്ട് വർക്ക് പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. കഷിമം സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക ആൻഡ് കളർ ഗാർഡ് യൂസ് ചെയ്യുക. ദുപ്പട്ട കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഉണ്ട്. ഹെവി കട്ട് വർക്ക് ബോർഡർ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഒരുപാട് തവണ നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും ഓൾമോസ്റ്റ് സെയിം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സുകൾ വരും. ഇങ്ങനെ വരും ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ഒരു വയലറ്റ് കളർ ഷെയ്ഡാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വുഡ് പാറ്റേൺസ് സെയിം, നല്ല ലെങ്തും വിഡ്ത്തും ഉള്ള ടോപ്പ് ആൻഡ് ദുപ്പട്ട കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിൻ്റെ ബോട്ടം പെയർ ചെയ്യുന്നത്. അതിൽ വേറെ വർക്കൊന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നു. ഹെവി കോട്ടൺ ഹെക്കോബ ഫാബ്രിക്കിലാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട. നല്ല കളർ ഷെയ്ഡ് അല്ലേ. ഇത് എല്ലാവർക്കും മാച്ച് ആവുന്ന പോലത്തെ ഒരു വെറൈറ്റി, എപ്പോഴും കാണുന്ന പോലത്തെ ടൈപ്പ് ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ്. എല്ലാം ഇത് അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സുകളിലാണ് നമ്മൾ ഡൈ ചെയ്തേക്കുന്നത്. ഹെവി കോട്ടൺ ഹെക്കോബ. ദുപ്പട്ടയിലും രണ്ട് ബോർഡേഴ്സിലും ഇതുപോലെ കട്ട് വർക്ക് വിത്ത് എംബ്രോയിഡറി വർക്കാണ് വിത്ത് സ്കാലപ്പ് ബോർഡർ ചെയ്തേക്കുന്നത്. രണ്ട് ബോർഡേഴ്സും അതുപോലെ തന്നെ ആണ് ഓവറോൾ ലുക്ക്. ഒരു ലൈറ്റ് മാവോ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇനി ജസ്റ്റ് നോക്കിയാൽ മതി, കളേഴ്സ് നോക്കിയാൽ മതി. ദുപ്പട്ടയിൽ വരുമ്പം ബോർഡറും പിന്നെ ഇടയ്ക്കൂടെ ഇതുണ്ട് ചെറിയ ചെറിയ കട്ട് വർക്കും എംബ്രോയിഡറി പാറ്റേണുമാണ് സ്കാറ്റർ ചെയ്ത് ടോപ്പ് ദുപ്പട്ട ഓൾ ഓവർ ചെയ്തേക്കുന്നത്. ടോപ്പിൽ വരുമ്പം ഹെവി ആയിട്ട് കട്ട് വർക്ക് ഡിസൈനും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 1340 പ്രൈസ്. സോ അടുത്ത ഷെയ്ഡ് ഉണ്ട്. ഇതൊരു അതായത് ഒരു ലൈലാക്കും ചെറിയൊരു വയലറ്റും കൂടെ ബ്ലെൻഡഡ് ആണ് ഈ ഒരു കളർ ഷെയ്ഡ്. കോട്ടൺ ഫാബ്രിക്. ഇതിലൊന്നും അഡീഷണൽ ഡീറ്റെയിലിംഗ് പറയാനില്ല. പിന്നെ കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക ആൻഡ് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക. മാക്സിമം കോട്ടൺ മെറ്റീരിയൽസ് ഇപ്പോഴും വാഷ് ചെയ്യാതെ ജസ്റ്റ് ഉണക്കി വെക്കുക. അതായിരിക്കും ഇപ്പോഴും നല്ലത്. ഇങ്ങനെ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ നല്ല കളർ ഷെയ്ഡ്സിലായിരിക്കും ഡൈ ചെയ്തെടുക്കുന്നത്. ഇനി ബ്ലോക്ക് പ്രിന്റ് ഒക്കെ വരുമ്പോൾ അത്രയും ഡൈ കാണൂല. ഈ സിംഗിൾ കളറിൽ വരുമ്പം നല്ല നമുക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡ്സിലായിരിക്കും, ഏറ്റവും മൂവിങ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലായിരിക്കും ഡൈ ചെയ്തെടുക്കുക. അങ്ങനെ വന്നേക്കുന്ന സെറ്റ്സ് ആണ് ഇതൊക്കെ. കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ബോട്ടം. പിങ്കിൻ്റെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. ഒരു വെറൈറ്റി, അത് പിങ്ക് എന്ന് പറയാം, എന്നാലും പിങ്കിലൊരു ലെവൻഡർ ഫിനിഷ് വരുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ്. വിത്ത് കോട്ടൺ ബോട്ടം, ടോപ്പ് ദുപ്പട്ട കോട്ടൺ ഹെക്കോബ വിത്ത് എംബ്രോയിഡറി ആൻഡ് കട്ട് വർക്ക്. ഇതാണ് എൻ്റെ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത്. നല്ലൊരു കളർ ഷെയ്ഡാണ്. ഇതും നമ്മളെല്ലാവരും ആദ്യമേ തന്നെ കണ്ണിൽ പെടുന്നതും അല്ലെ പിക്ക് ചെയ്യുന്ന ഒരു കളർ ഷെയ്ഡാണ്. ബാക്ക് സൈഡ് ഇതുണ്ടോ പ്ലെയിൻ ആയിട്ട് വരും കോട്ടൺ ഫാബ്രിക്കും. ഫ്രണ്ടിലാണ് ഈ ഹെവി ആയിട്ടുള്ള കട്ട് വർക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്, കുറച്ചധികം കളർ ഷെയ്ഡ്സ് ഇതിലെല്ലാം വരുന്നുണ്ട്. ഇത്രയും ഡിസൈൻ. താങ്ക് യു.